ശ്രീമന്നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുര നിഗ്രഹവും. ശ്ലോകം 5. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വഥ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥ പരിപീത സുതം വ്യലാവീ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, മോഹിനിയെ അത്യധികം വിശ്വസിച്ച, മോഹിനിയിൽ അനുരാഗമുള്ളവരായി തീർന്ന ആ അസുരന്മാര് ആ അമൃതകുംഭത്തെ മോഹിനിയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവർക്കും വിളമ്പിത്തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. മോഹിനി അസുരന്മാരെയും ദേവന്മാരെയും രണ്ട് പന്തിയായിട്ട് തിരിച്ചിരുത്തി ആടിക്കുഴഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൂടെ നടന്ന് അസുരന്മാരുടെ ശ്രദ്ധയിൽ പെടാതെ തന്നെ ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പിക്കൊടുത്തു. അസുരന്മാരോട് എല്ലാവരും കണ്ണടച്ചിരിക്കുവിൻ എന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്. അവസാനം കണ്ണു തുറക്കുന്ന ആളെ ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കും എന്നുകൂടി പറഞ്ഞപ്പോഴെല്ലാവരും കണ്ണടച്ചിരുന്നു. ആരും കണ്ണു തുറക്കാൻ കൂട്ടാക്കിയില്ല. ഒരുപാട് സമയം കഴിഞ്ഞാണ് അവർക്ക് ഒരു സംശയം തോന്നുന്നത്. അപ്പൊ ഇവിടെ മോഹിനി രൂപമെടുത്ത ഭഗവാൻ ദേവന്മാർക്ക് മാത്രമായിട്ട് വിളമ്പിക്കൊടുത്തു അമൃത്. തേഷു അസുരേഷു, ആ അസുരന്മാർ, ഇയം ഇവൾ, അസ്മാസു നമ്മളുടെ പേരിൽ, പ്രണയിനി പ്രണയമുള്ളവൾ തന്നെയാണ്. അസുരന്മാര് വിചാരിച്ചു, എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഈ മോഹിനിക്ക് എന്നോട് പ്രണയമുണ്ട് എന്ന് ഓരോരുത്തരും വിശ്വസിച്ചു. ഇതി എന്ന് വിചാരിച്ച് ജോഷം സ്ഥിതേഷു, ജോഷം മിണ്ടാതെ, സ്ഥിതേഷു ഇരുന്നപ്പോൾ, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നപ്പോൾ, അഥ അനന്തരം, ആ സമയത്ത് അപ്പോൾ തന്നെ, തൽക്ഷണം, ഭക്തലോകവശക ഭക്തന്മാരുടെ അല്ലെങ്കിൽ ആ ഭക്തജനങ്ങൾക്ക്, വശക അവരുടെ പക്ഷത്തുള്ളവൻ, അതായത് അവർക്ക് അധീനനായ, ഭക്തന്മാർക്ക് അധീനനായ, ത്വം അവിടുന്ന് ഭഗവാൻ, സുധാം അമൃത്, സുരേഷു ദേവന്മാർക്ക് മാത്രമായിട്ട് സമാപ്യ വിളമ്പി എത്തിച്ചു. അവർക്കെല്ലാവർക്കും, സുരേഷു ആ അസുരന്മാർക്ക് ഒട്ടും തന്നെ കൊടുക്കാതെ ഇവിടെ ദേവന്മാർക്ക് മാത്രമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് അവിടെ വേറെ എന്തോ ഒരു സംഭവം നടന്നു. അതെന്താണെന്ന് നോക്കാം. അർത്ഥപരിപീത സുധം, അമൃത് അല്പം, അർത്ഥം അതായത് കുറച്ച്, പരിപീത സുധം ഇവിടെ അകത്താക്കിയ, സുധം എന്ന് പറഞ്ഞാൽ ഇവിടെ അമൃതാണ്, സുധ അമൃതാണ്. ആ അമൃത് അല്പം അകത്താക്കിയ സ്വർഭാനും, സ്വർഭാനു എന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുവാണ്. ആ രാഹുവിനെ നിജരൂപം എത്തിയ, സ്വന്തം സ്വരൂപം കൈക്കൊണ്ട്, ഭഗവാൻ ആ മോഹിനി വേഷത്തിൽ നിന്ന് മാറി സ്വന്തം രൂപം കൈക്കൊണ്ട് വ്യലാവി അവനെ അറുത്തു കളഞ്ഞു. ഇവിടെ
അസുരന്മാര് ഈ മോഹിനിയുടെ ആ രൂപലാവണ്യത്തിൽ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ആരും അമൃത് വിളമ്പുന്നതിലേക്കുള്ള ശ്രദ്ധ അവർക്ക് പോയില്ല. അവര് മോഹിനിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ രാഹു മായയാല് ദേവന്റെ രൂപമെടുത്തു. ദേവരൂപമെടുത്തിട്ട് ആ ദേവന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് അമൃത് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തില് രാഹുവിനും കൊടുത്തു. അല്പം അത് കഴിച്ചു. ആ സമയത്ത് ഇവിടെ സൂര്യചന്ദ്രന്മാര് ഇവിടെ അവരുടെ രണ്ടുപേരുടെയും നടുക്കാണ് ഈ രാഹു ഇരുന്നത് എന്നാണ് പറയുന്നത്. ആ രാഹുവിനെ അവർക്ക് മനസ്സിലായപ്പോൾ അവര് പുരികം കൊണ്ട് ഒരു അടയാളം കാണിച്ച് രാഹുവിനെ ഭഗവാന് കാട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ആ സ്വന്തം രൂപം പെട്ടെന്ന് അങ്ങോട്ട് ധരിച്ചിട്ട് സുദർശന ചക്രം കൊണ്ട് അവന്റെ കഴുത്തറുത്തു. ഒരൽപ്പം അമൃത് കഴിച്ചത് കാരണം കൊണ്ട് ഈ രാഹുവിന്റെ ഉള്ളിലേക്ക് അമൃത് പോയില്ല. അതുകൊണ്ട് തന്നെ രാഹുവിന്റെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞെങ്കിലും ആ അമൃത് തട്ടിയ ഭാഗത്തിന് ജീവൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് ഈ രാഹു അവരോടുള്ള ആ ദേഷ്യം തീർക്കുന്നതാണ്, അവരെ വിഴുങ്ങുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്, കഥയിൽ പറയുന്നുണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.